ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ പുലർച്ചെ വീണ്ടും തിരച്ചിൽ തുടരുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നാളെ ആന്ധ്രയിൽ നിന്ന് കൂടുതൽ NDRF സംഘം സംഭവസ്ഥലത്തേക്ക് തിരിക്കും. കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാത്ത് ഒരു നാടൊന്നാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കനത്ത മഴയെ തുടർന്നാണ് ഇന്ന് രാത്രിയിലെ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നത്. ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. നിലവിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. നാളെയും ശക്തമായ മഴക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ളത്. നിലവിൽ നാളെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഈ തെരച്ചിലിനു വേണ്ടി ഇവിടെ എത്തിക്കും. ഇന്ന് നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നത്. ഈ വലിയ മൺകൂനയുടെ രണ്ട് വശങ്ങളിൽ നിന്നായി മണ്ണുകൾ നീക്കം ചെയ്തു. എന്നാൽ കൃത്യമായി ഈ ലോറിയുടെ GPS പോയിന്റ് ലൊക്കേഷൻ പോയിന്റിലേക്ക് അവിടെ എത്തി ഈ മണ്ണ് മാറ്റി അവിടെ തെരച്ചിൽ നടത്താൻ ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചില്ല. നാളെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് വ്യാപകമായി മണ്ണ് നീക്കിക്കൊണ്ടുള്ള തെരച്ചിലേക്ക് എന്തായാലും ഈ രക്ഷാപ്രവർത്തകർ കടക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ GPS ലൊക്കേഷൻ കണ്ട ഏകദേശം ഒരു പോയിന്റിൽ അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും രക്ഷാപ്രവർത്തനവും തെരച്ചിലും നടത്തുക. അതിനായിട്ടാണ് ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ഈ ലോറിയുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന സാങ്കേതികത്വമാണ് റഡാർ. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും നാളെ എന്തായാലും നടത്തുക. NDRF അതോടൊപ്പം തന്നെ നാവികസേന, പോലീസിന്റെ പ്രത്യേക സംഘം, അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സംഘങ്ങൾ നിലവിൽ എന്തായാലും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിരാവിലെ തന്നെ നാളെ തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട പ്രതിസന്ധികളായ അനുഭവം മുന്നിലുണ്ട്. കൂടുതൽ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയായിരിക്കും നാളത്തെ രക്ഷാപ്രവർത്തനവും ഈ തെരച്ചിലും നടക്കുക. കർണാടകയിലെ അങ്കോലയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അപകടം നടന്നതിന് തലേ ദിവസമാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അപകട സാധ്യത അങ്കോലയിലെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം 24-നോട് പറഞ്ഞു. കർണാടകയിലെ രാംനഗറിൽ നിന്ന് ലോഡുമായി അർജുൻ മലപ്പുറം എടവണ്ണയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. യാത്രയ്ക്കിടയിൽ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് സുഹൃത്ത് സമീറുമായും സംസാരിച്ചു. പിന്നീടാണ് അർജുനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതായത്. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ചില സമയങ്ങളിൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആള് ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അർജുൻ യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം നടന്നെന്ന വാർത്തയറിഞ്ഞാണ് സുഹൃത്ത് സമീർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്ന് രാത്രി വെളുപ്പിനോട് സംസാരിച്ചതാണ്. ഞാൻ ഉറങ്ങാൻ പോവാന്നാ പറഞ്ഞത്. പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഈ സംഭവം അറിയുമ്പോഴാണ് അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഉറങ്ങുന്നു പറഞ്ഞതാണ്. പിന്നെ നേരം വെളുത്തിട്ട് ഈ ഫ്ലഡിന്റെ കാര്യം അറിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതിനിടയിൽ മണ്ണിനടിയിൽ ലോറി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന GPS ലൊക്കേഷൻ ലഭിച്ചു. ഇക്കാര്യം ഉൾപ്പെടെ അറിയിച്ചിട്ടും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ, പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. അർജുന്റെ ലോറിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം രാത്രി വരെ പ്രവർത്തിച്ചുവെന്നാണ് ഭാരത് ബെൻസ് അധികൃതർ കുടുംബത്തോട് പറഞ്ഞത്. അതിനാൽ അർജുൻ സുരക്ഷിതനായി ലോറിക്കകത്തുണ്ടാകുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 23 വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം. സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും കടകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 3 കടകൾ പൂട്ടിച്ചു. വിവരങ്ങളുമായി സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, 23 വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പിടിപെടുമ്പോൾ നിലവിൽ ഈ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എവിടെ നിന്നാണ് ഈ അസുഖം ബാധിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? പ്രവിധ, വിദ്യാർത്ഥികളുടെ ആരോഗ്യനില അത്രമേൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷേ 23 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയത്ത് തന്നെ ഈ മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്നുള്ളത് ഒരർത്ഥത്തിൽ അത് ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം
സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും അതുപോലെ തന്നെ കടകളിൽ നിന്നുമായിരിക്കാം ഇത്തരം ഇത് അണുബാധ ഉണ്ടായത് എന്നുള്ള ഒരു സംശയമാണ് ബലപ്പെടുന്നത്. ഈ വൈറസ് ബാധ ഇങ്ങനെ വന്നിരിക്കാം എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമായും വില്യാപ്പള്ളി, ആയഞ്ചേരി, തിരുവള്ളൂർ, മണിയൂർ, വേളം, വടകര മുനിസിപ്പൽ പരിധിയിലാണ് ഇത്തരം മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് പിടിപെട്ടിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വലിയ ഒരു ആശങ്ക സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ 3 കടകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഈ രോഗം ബാധിച്ചിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് ബാധയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ശുചിത്വം ഇല്ലായ്മ തന്നെയാണ്. ഒപ്പം തന്നെ വൃത്തിയില്ലാത്ത ഇടങ്ങളിൽ നിന്നുള്ള വെള്ളം കുടിച്ചതും ഈ രോഗബാധയ്ക്ക് പ്രധാനമായും കാരണമായിട്ടുണ്ട്. മലിനജലം കലർന്ന വെള്ളം കുടിച്ചതായിരിക്കാം ഇത്രയും പേർക്ക് ഇത്തരത്തിൽ ഇത് പിടിപെടുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. ഒപ്പം തന്നെ സ്കൂളിലെ കിണറിൽ നിന്നാണോ ഇത്തരം ഒരു വൈറസ് ബാധ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അത്തരം ആശങ്കയുടെ ഒരു സാഹചര്യമില്ല. എന്നിരുന്നാലും 23 വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചു എന്നുള്ളത് ഒരു നേരിയ തോതിലെങ്കിലും അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. UAE-യിൽ പുതിയതായി തിരഞ്ഞെടുത്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. അബുദാബി ഖസർ അൽ വതൻ കൊട്ടാരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ UAE പ്രതിരോധ മന്ത്രിയായും UAE ഉപപ്രധാനമന്ത്രിയായും പൊതുവിദ്യാഭ്യാസ അഡ്വാൻസ്ഡ് ടെക്നോളജി സഹമന്ത്രിയായിരുന്ന സാറ അൽ മീരി UAE വിദ്യാഭ്യാസ മന്ത്രിയായും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അഹമ്മദ് ബെൽഹൂൽ കായിക വകുപ്പ് മന്ത്രിയായും മാനവ വിഭവശേഷി തദ്ദേശവൽക്കരണ മന്ത്രിയായിരുന്ന ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ അവാർ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ ആക്ടിംഗ് മന്ത്രിയായും സംരംഭകത്വ ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പ് സഹമന്ത്രിയായി ആലിയ അബ്ദുള്ള അൽ മസ്റൂയും ചുമതല ഏറ്റെടുത്തു. വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാന് ഉപപ്രധാനമന്ത്രിയുടെ കൂടി ചുമതല നൽകിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് മുന്നിലാണ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. UAEയുടെ വികസനത്തെ സ്വാധീനിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും പുതുതായി നിയമിതരായ മന്ത്രിമാർക്ക് സാധിക്കട്ടെ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആശംസിച്ചു. യോഗ്യരായ പ്രതിഭകളെ നിയമിക്കുന്നതിനൊപ്പം തുടർച്ചയായ ശ്രമങ്ങളിലൂടെ സർക്കാരിന്റെ പ്രകടനത്തെ മികവിലേക്ക് ഉയർത്താൻ UAE നേതൃത്വം ആഗ്രഹിക്കുന്നുവെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. 24 ദുബായ്. ക്രൗഡ് സ്ട്രൈക്കിലെ സാങ്കേതിക തകരാർ UAE-യിലെ ചില മേഖലകളെയും ബാധിച്ചു. പല സേവനങ്ങളും തടസ്സപ്പെടുത്തി. വിമാന സർവീസുകളെയും ബാധിച്ചു. പല കടകളും പണം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന ബോർഡ് ഉൾപ്പെടെ സ്ഥാപിച്ചാണ് ഇന്ന് തുറന്നത്. ലോകമെമ്പാടും സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നയുടൻ UAE ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. സാങ്കേതിക തകരാർ UAE-യിലെ ചില സേവനങ്ങളെ ബാധിച്ചതായും എന്നാൽ സേവനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കാനായതായും അധികൃതർ അറിയിച്ചു. 3 മണിക്കൂറോളമാണ് UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത്. ഇത് പിന്നീട് ഉച്ചയോടെ പുനഃസ്ഥാപിച്ചു. മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ സേവനങ്ങളെ വരെ സാങ്കേതിക തകരാർ ബാധിച്ചിരുന്നു. സോഫ്റ്റ്വെയർ തകരാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സർവീസുകളെയും രാവിലെ ബാധിച്ചു. ടെർമിനൽ 1-ലും 2-ലും ചില എയർലൈനുകളുടെ ചെക്ക് ഇൻ നടപടികൾ അല്പനേരം തടസ്സപ്പെട്ടുവെങ്കിലും പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ ആയതായി അധികൃതർ വ്യക്തമാക്കി. ചില സർവീസുകൾ വൈകാനിടയുണ്ടെന്ന് എത്തിഹാദ് എയർവേസും എമിറേറ്റ്സും അറിയിച്ചിരുന്നു. രാജ്യത്തെ പെട്രോൾ സ്റ്റേഷനുകളും ചില സൂപ്പർ മാർക്കറ്റുകളും ഇന്ന് പണം മാത്രമേ സ്വീകരിക്കൂവെന്ന് ബോർഡ് സ്ഥാപിച്ചായിരുന്നു പ്രവർത്തിച്ചത്. 24 ദുബായ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ സാങ്കേതിക തകരാർ കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു. ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന നിരവധി വിമാനങ്ങൾ വൈകി. ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസും ഇതിൽ ഉൾപ്പെടും. മധ്യവേനൽ അവധിയും വാരാന്ത്യ അവധിയുമായതിനാൽ കൂടുതൽ യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. മസ്കറ്റിലെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഖാലിദ് മുസ്ലാഹി ഇന്ത്യൻ എംബസിയിലെത്തിയാണ് അനുശോചനം അറിയിച്ചത്. ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒമാനി അധികൃതരുടെ പ്രവർത്തനത്തിനും പിന്തുണയ്ക്കും ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് നന്ദി അറിയിച്ചു. വടക്കൻ യൂറോപ്പിലെ ലാറ്റ്വിയയിൽ മലയാളി വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇടുക്കി ആനച്ചാൽ അറയ്ക്കൽ ഹൌസിൽ ആൽബിൻ ഷിൻഡോ എന്ന 19-കാരനെ കാണാതായെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. മെറീൻ എഞ്ചിനീയറിംഗ് കോഴ്സിനായി 8 മാസം മുൻപാണ് ആൽബിൻ ലാറ്റ്വിയയിലേക്ക് പോയത്.
കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് ആൽബിന്റെ വീട്ടുകാരെ വിവരം അറിയിച്ചത്. ആൽബിനായി തെരച്ചിൽ തുടരുന്നുണ്ടായെന്ന് ലാറ്റ്വിയനിൽ നിന്ന് കിട്ടിയ വിവരമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്ത്യയിലെ മുൻനിര ഷവർ വാട്ടർ ഫിൽറ്റർ നിർമ്മാതാക്കളായ വാട്ടർ സയൻസിന്റെ പ്രവർത്തനം ദുബായ് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാട്ടർ സയൻസ് കമ്പനിക്ക് നേരത്തെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഷവർ വാട്ടർ പ്യൂരിഫയിംഗ് രംഗത്തെ മുൻനിര ബ്രാൻഡായ വാട്ടർ സയൻസ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാട്ടർ സയൻസിന്റെ 10ാം വാർഷിക ആഘോഷ ചടങ്ങിലാണ് വാട്ടർ സയൻസ് MD ഇഖ്ബാൽ മാർക്കോണി പുതിയ പ്രഖ്യാപനം നടത്തിയത്. വാട്ടർ സയൻസ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും വിൽപ്പനയും അടക്കമുള്ളവ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബാംഗ്ലൂരിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. നേരത്തെ പ്രവർത്തന മികവിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് വാട്ടർ സയൻസ്. 24 ദുബായ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ജന്മദിനത്തിൽ ക്വിസ് മത്സരം നടത്തി ടീം ടോളറൻസ്. ദുബായിയുടെ ചരിത്രവും ഷെയ്ഖ് മുഹമ്മദിന്റെ ഭരണ നേട്ടങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു മത്സരം. മത്സരത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളി ജോർദൻ സ്വദേശിയായ അബ്ദുള്ള യൂനിസ് ഡി ഹബീബ് ജേതാവായി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് രചിച്ച റിഫ്ലക്ഷൻ ഓൺ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്ന പുസ്തകത്തിന്റെ അറബ് പരിഭാഷ UAE ടീം ടോളറൻസ് ചാപ്റ്റർ ചെയർമാൻ C സാദിഖ് അലി അബ്ദുള്ളയ്ക്ക് സമ്മാനിച്ചു. നാസിർ ബംഗാഷ് അധ്യക്ഷത വഹിച്ചു. ഭരണകർത്താക്കളോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രാൻഡ്മ ഗുരുവായൂർ ഷാർജ ആൻഡ് നോർത്തേൺ എമിറേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ എന്ന പ്രമേയത്തിലാണ് അജ്മാനിൽ ദ്വിദിന ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രകാശ് മുഖ്യാതിഥിയായി. ഗ്രാൻഡ്മ ജനറൽ സെക്രട്ടറി ബിജോയ്, ട്രഷറർ ഇംതിയാസ്, സുമേഷ്, നിയാസ് ഉൾപ്പെടെയുള്ളവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുഖ്യാതിഥിക്കുള്ള സ്നേഹോപഹാരം ഗ്രാൻഡ്മ ട്രഷറർ ഇംതിയാസ് കൈമാറി. വടക്കൻ കേരളത്തിൽ മഴ കുറവുണ്ടെങ്കിലും ദുരിതം രൂക്ഷമാണ്. കണ്ണൂർ പാനൂരിൽ KSEB ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോയി. കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം ശക്തമാണ്. മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി ഊരിലെ കുടുംബങ്ങൾ സമരം അവസാനിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ മഴ ദുരിതങ്ങൾക്ക് അറുതിയില്ല. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. മലയോര മേഖലയിലെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പാനൂരിൽ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോയ KSEB ജീവനക്കാർ സഞ്ചരിച്ച വാഹനം ഒഴുകിപ്പോയി. വാഹനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണിടിഞ്ഞു. കോഴിക്കോട് കല്ലാച്ചിയിൽ കനത്ത കാറ്റിൽ മരങ്ങൾ വീണ് വീട് ഭാഗികമായി തകർന്നു. കുറ്റിപ്പുറം സൗത്തിലെ വലിയ പറമ്പത്ത് ദേവിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴി കൈതപ്പൊഴിൽ റോഡ് വിണ്ടുകേറി. നവീകരണം നടക്കുന്ന റോഡാണ് 30 മീറ്ററോളം ദൂരം വിണ്ടുകേറിയത്. മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. നാരങ്ങപ്പോയിൽ നഗറിലെ മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 5 കുടുംബങ്ങളാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്തത്. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് വീട് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. വയനാട്ടിൽ മഴയുടെ തോത് കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. വ്യാപക കൃഷിനാശമാണ് ജില്ലയിലുണ്ടായത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വയനാട്ടിൽ മഴപ്പെയ്ത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരം. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കർണാടകയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതലായി മഴ പെയ്യുന്നതിനാൽ പുഴകളിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2305 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 125 ഹെക്ടറിലധികം കൃഷിനാശമുണ്ട്. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അണക്കെട്ടുകളിൽ ജലവിധാനം അപകടകരമായ നിലയിലാണ് എന്ന് പറയാനായിട്ടില്ല. എന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ കുറച്ച് ജാഗ്രത ആവശ്യമായിട്ടുണ്ട്. നമുക്കിവിടെ മഴ കുറഞ്ഞാലും കർണാടക വനത്തിൽ മഴ പെയ്താൽ നീരൊഴുക്ക് ശക്തിപ്പെടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി
അതിനുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം. ജില്ലയിലെ അണക്കെട്ടുകളുടെ സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കബനിയിലെ നീരൊഴുക്ക് ക്രമീകരിക്കുന്നതിനായി ബീച്ചനഹള്ളി ഡാം തുറന്നിരിക്കുകയാണ്. നാളെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. 24 വയനാട്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് നേരെ അതിക്രമം നടത്തിയ ഫിസിയോതെറാപ്പിസ്റ്റിന് സസ്പെൻഷൻ. തിരുവനന്തപുരം സ്വദേശി ബി മഹേന്ദ്രൻ നായരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വെള്ളിയൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം. ഫിസിയോതെറാപ്പിസ്റ്റായ ബി മഹേന്ദ്രൻ നായരാണ് രോഗിയായ പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയത്. പെൺകുട്ടി ആശുപത്രിയിലെ ജീവനക്കാരിയോടാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്. സൂപ്രണ്ടാണ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രതി ഒളിവിലാണ്. ബി മഹേന്ദ്രൻ നായർക്കെതിരെ വകുപ്പുതല നടപടി ആരോഗ്യവകുപ്പ് തുടങ്ങി. ഈ അതിക്രമം കുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ എന്ത് മാനസികാവസ്ഥയാണത്? അതിൽ ഒരാളും സംരക്ഷിക്കപ്പെടില്ല. അതിൽ സർവീസിൽ തുടരാൻ സാധിക്കാത്ത വിധത്തിലുള്ള നടപടിയെടുക്കുക. അങ്ങനെയുള്ള ഒരാളെയും സർവീസിന് വേണ്ട. അങ്ങനെയുള്ള ഒരാളെയും വകുപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനു മുൻപും കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പീഡന പരാതി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ യുവതി പീഡനത്തിനിരയായ സംഭവത്തിന്റെ കേസ് നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് മറ്റൊരു സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരമൊരു സംഭവം. 24 കോഴിക്കോട്. രാഷ്ട്രീയമായി ഇരുചേരികളിൽ നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയും താനും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങൾ. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന കവിത എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഓർത്തെടുത്തത്. ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബ്മിറ്റിലായിരുന്നു ഉമ്മൻചാണ്ടിയുമായുള്ള വ്യക്തിബന്ധം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും തനിക്ക് യോജിപ്പായിരുന്നു, ചിലതിൽ വിയോജിപ്പും. അദ്ദേഹത്തിനും അങ്ങനെ തന്നെയായിരുന്നുവെന്ന മുഖ്യമന്ത്രി. യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങൾ. രാഷ്ട്രീയമായി ഇരുചേരിയിൽ നിൽക്കുമ്പോഴും ബന്ധത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. യോജിക്കേണ്ടവയിൽ യോജിച്ചും വിയോജിക്കേണ്ടവയിൽ വിയോജിച്ചുമാണ് താനും തൻ്റെ പാർട്ടിയും ഉമ്മൻചാണ്ടിയോട് ഇടപെട്ടത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്മനിട്ട വിവർത്തനം ചെയ്തത്. ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും. അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചവരായിരുന്നു ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമെന്ന ചാണ്ടി ഉമ്മൻ. ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃപാഠവും കാഴ്ചപ്പാടും പുതുതലമുറയ്ക്ക് കൈമാറുകയെന്ന ലക്ഷ്യത്തോടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ലീഡർഷിപ്പ് സബ്മിറ്റ് സംഘടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക്. എറണാകുളം ചേരാനല്ലൂരിന് സമീപം മഞ്ഞുമ്മൽ കമ്പനിയിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കി. വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ശ്യാം, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. ഇന്ന് രാത്രി 11:30 ഈ തീപിടുത്തം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചേരാനല്ലൂർ ജംഗ്ഷന് സമീപത്തുള്ള ആക്രിക്കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. വലിയ ഒരു ആക്രി ഗോഡൌൺ കൂടിയാണ് ഇത്. ഇവിടെ തീ ഉയർന്നത് കണ്ട് തൊഴിലാളികൾ തന്നെയാണ് വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് മഞ്ഞുമലിൽ നിന്നും ആലുവയിൽ നിന്നും ഗാന്ധിനഗറിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ 2 ഫയർ യൂണിറ്റുകളാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല. തൊട്ടടുത്ത് തന്നെ നിരവധി കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രദേശമാണിത്. തടിയുടേത് ഉൾപ്പെടെയുള്ള കടകളാണ് അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു കടകളിലേക്ക് തീ വ്യാപിക്കാതെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഏതായാലും അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകുകയുള്ളൂ. ഈ ഒരു കടയ്ക്ക് മാത്രമാണോ തീ പിടിച്ചത്? സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടർന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായും തീ അടുത്തുള്ള ഒരു കടകളിലേക്കും പടരാതിരിക്കാനുള്ള നടപടികളാണ് ആദ്യം ഫയർഫോഴ്സ് സ്വീകരിച്ചത്. പ്രദേശത്തുണ്ടായിരുന്നവരും എല്ലാവരും അത് തന്നെയാണ് ചെയ്തത്. ഏതായാലും നിലവിൽ കത്തിക്കൊണ്ടിരുന്ന ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് വെച്ച് തീ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗോഡൌണിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ അവിടെ പൊട്ടിത്തെറിയും മറ്റും തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഏകദേശം 1 മണിക്കൂറോളം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വിജയിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചിട്ടുമില്ല. ശരി ശ്യാം, എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്? ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ?
നിലവിൽ തീ പൂർണ്ണമായി ഉണക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്രിക്കടയാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള സാധനങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പല സാധനങ്ങളിലും തീ പിടിക്കുന്നതിനും വ്യാപിക്കുന്നതിനും ശേഷി കൂടിയ സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരം വസ്തുക്കളുടെ തീയാണ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതായാലും ഫയർ യൂണിറ്റുകൾ അവിടെ എല്ലാ സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രദേശവാസികളും ഫയർഫോഴ്സും ഒരുമിച്ചാണ് ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ കൂട്ടിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തീ മറ്റിടങ്ങളിലേക്ക് പകരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും പൂർണ്ണമായും തീ അണച്ച ശേഷം മാത്രമാകും ഫയർഫോഴ്സ് സംഘം അവിടെ നിന്ന് മടങ്ങുക എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. IPL മാതൃകയിൽ KCA സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു. 6 ടീമുകളാണ് ലീഗിൽ മാറ്റിരിക്കുക. കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ലീഗിന് ടീമുകളായി. IPL മാതൃകയിലുള്ള ലീഗിൽ 6 ഫ്രാഞ്ചൈസികൾ ടീമുകളെ സ്വന്തമാക്കി. ആകെ 13 പേരാണ് ഫ്രാഞ്ചൈസിക്കായി അപേക്ഷിച്ചത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച 7 പേരെ ഫൈനൽ ബിഡിനായി തെരഞ്ഞെടുത്തു. ഇവരിൽ ഏറ്റവും കൂടുതൽ തുക ക്വോട്ട് ചെയ്ത 6 പേർക്കാണ് ഫ്രാഞ്ചൈസികൾ. സംവിധായകൻ പ്രിയദർശൻ ജോസ് പട്ടാര കൺസോഷ്യം, സോഹൻ റോയ് നേതൃത്വം നൽകുന്ന ഏരീസ് ഗ്രൂപ്പ്, സജാദ് സേട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫൈനസ് കൺസോഷ്യം, TS കലാധരൻ മേധാവിയായ കൺസോൾ ഷിപ്പിംഗ് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സുഭാഷ് ജോർജ് മാനുവലിന്റെ എനിഗ്മാറ്റിക് സ്മൈൽ റിവാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സഞ്ജു മുഹമ്മദിന്റെ KK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവർക്കാണ് ടീമുകളുടെ ഉടമസ്ഥാവകാശം. ടീമുകളുടെ പേരടക്കമുള്ളവ വൈകാതെ പ്രഖ്യാപിക്കും. കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ പട്ടിക കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈകാതെ പുറത്തിറക്കും. ഇതിൽ നിന്ന് ലേലത്തിലൂടെയാണ് ടീമുകൾക്ക് താരങ്ങളെ സ്വന്തമാക്കാനാവുക. സെപ്റ്റംബർ 2 മുതൽ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലാണ് ലീഗിന് തുടക്കമാവുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. കോഴിക്കോട് അമ്പലപ്പടി അണ്ടർപാസ് ജംഗ്ഷനിൽ ടാങ്കർ ലോറിയിൽ നിന്നും ഗ്യാസ് ചേംബർ വേർപെട്ട റോഡിൽ പതിച്ചു. മംഗലാപുരത്തേക്ക് ഗ്യാസ് നിറയ്ക്കാനായി പോവുകയായിരുന്ന 4 ടാങ്കർ ആയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ ടാങ്കർ ഈ റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം എവിടെ വരെ എത്തി? എന്താണ് നിലവിലെ സാഹചര്യം? അമ്പലപ്പടി അണ്ടർ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഗ്യാസ് ടാങ്കർ ലോറിയിൽ നിന്നും ഗ്യാസ് ചേംബർ വേർപെട്ട് മാറുകയായിരുന്നു. മംഗലാപുരത്തേക്ക് ഗ്യാസ് നിറക്കാനായി പോവുകയായിരുന്നു. അതിനാൽ ഈ ടാങ്കർ കാലിയായിരുന്നു. അതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇപ്പോൾ നാട്ടുകാരും പോലീസും ചേർന്നുകൊണ്ട് ആ ഭാഗത്തു നിന്നും അത് അണ്ടർപാസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ക്രെയിൻ എത്തിച്ചുകൊണ്ടാണ് അത് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഹൈവേയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. അത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഹൈവേ പോലീസിന്റെയും നേതൃത്വത്തിൽ മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ലോറിയുടെയും അതുപോലെ തന്നെ ഈ സിലിണ്ടർ വഹിച്ച കരിയറിന്റെയും ഭാഗങ്ങൾ കാലപ്പഴക്കത്താൽ തുരുമ്പിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും ഇതിൽ കാലി സിലിണ്ടർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.